പാവത്തിനെ പോലെ ഇരിക്കണം നോക്കണ്ട, ഭയങ്കരനാണ്. ഇച്ചിരി ചോറ് വെന്തുപോയാൽ പറയും ശർക്കരയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരെ. എല്ലാവരും വരും. ഇവരെയൊക്കെ എടുത്തോട്ടെ, ഇവരൊക്കെ സ്ഥിരം പാർട്ടികളാണ്. എന്റെ കറിയുടെ കാര്യവും കുറ്റവും എല്ലാം ഇവര് തന്നെ തിരുത്തി പറയും. ഇവര് തന്നെ വിളമ്പി തിന്നോണ്ട് പോവുകയാണ് പതിവ്. അവിയല്, കിച്ചടി, തോരൻ, അച്ചാർ. എനിക്ക് അച്ഛന്റെ കടയിലെ എന്തായിരുന്നു ജോലി എന്നറിയാമോ? വെള്ളം കോരലും മില്ലി പോക്കുമായിരുന്നു. പറക്കാതിരിക്കാനാണ്, പറന്നു പോവാതിരിക്കാൻ. ചേച്ചി ഇവിടെ ഊണ് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 70 രൂപ. 70 രൂപ. ഒരു സ്റ്റാൻഡേർഡ് ഊണ്. സ്റ്റാൻഡേർഡ് ഊണും, അതിനൊരു സംശയമില്ല. അഡീഷണൽ ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓരോ ദിവസം ഉള്ള ഓരോ ദിവസം ഓരോ മീനിന്റെ വില അനുസരിച്ചാണ്. എങ്കിലും 120 ഊണ് ഉൾപ്പെടെ മീനും കൂടെ ഉൾപ്പെടെ 110, 120 അതാണ് എൻ്റെ ചാർജ്. ചേച്ചി എത്ര നാളാണ് ഇവിടെ കട തുടങ്ങിയിട്ട്? 2 മാസേ ആയുള്ളൂ. രാവിലെ എത്ര മണിക്ക് കട തുറക്കും ഇവിടെ? 6 മണിക്ക് ഇവിടെ തുറക്കും. കാപ്പി ഉണ്ടാവും? കാപ്പി ഉണ്ടാവും. അപ്പൊ രാവിലെ എത്ര മണിക്ക് ഇവിടെ ജോലികൾ തുടങ്ങും? ഇല്ല, 6 മണിക്ക് തുടങ്ങും. എന്നിട്ട് അതിന്റെ കൂടെ ദോശയായാലും ഇഡ്ഡലി ആയാലും ആള് വരുന്ന അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. അവധി ഉണ്ടോ ഏതെങ്കിലും ദിവസം? ഇതുവരെയും അവധി വച്ചില്ല. ഇല്ല, ഞങ്ങൾ ഞായറാഴ്ച അവധി വയ്ക്കണം എന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥിരം നമുക്ക് കുറച്ചു പേർക്ക് വീട്ടിൽ ആളില്ലാത്തവർക്കൊക്കെ കൊടുക്കേണ്ടി വരണുണ്ട്. അങ്ങനെ വന്നപ്പോ അടയ്ക്കണ്ട. അതെ, അല്ലാത്ത ദിവസവും ഉണ്ട്. എനിക്കത് ഓർഡർ രാവിലെ അവർ വിളിച്ച് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അവിടെ വച്ചിട്ടുണ്ട്, ഫ്ലക്സിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവര് വിളിച്ചു പറയും ചിക്കനും കപ്പയും ഒക്കെ വേണമെങ്കിലും ഊണ് പാഴ്സൽ വേണമെങ്കിലും നേരത്തെ വിളിച്ചു പറയാറുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ കൊടുക്കും. ഞായറാഴ്ച ആണെങ്കിൽ കപ്പയും ചിക്കൻ പെരട്ടും ഉണ്ടാവും. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. എല്ലാ ഞായറാഴ്ച ഉണ്ടാവും? എല്ലാ ദിവസവും, എല്ലാ ഞായറാഴ്ചയും ഉണ്ടാവും. അല്ലാത്ത ദിവസം പ്രധാനമായിട്ട് ഊണ് തന്നെയാണ്. ഊണ് ഇതിന്റെ ഇടയ്ക്ക് പിന്നെ പാഴ്സൽ ചിക്കൻ വിളിച്ച് പറയാണ്, ചിക്കൻ പെരട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒടൊപ്പം ഇവിടെയും ഉണ്ടാവും അന്നത്തെ ദിവസം. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞായറൊന്നും മാത്രമില്ല. പിന്നെ സ്ഥല സൗകര്യം കുറവുള്ളത് കൊണ്ട് 3 പേര് ഇവിടെ 3 പേര് 6 പേർക്കല്ലേ ഇരിക്കാൻ പറ്റൂ. അപ്പൊ അതാണ് ഇനി അടുത്ത് കെട്ടാൻ പോണ, അതുകൊണ്ടാണ് സ്ഥലം കൂട്ടിയെടുക്കുക. ഒരു ഊണിൽ എത്ര ഐറ്റം ഉണ്ടാവും? അവിയല്, ഇത് കണ്ടില്ലേ, അവിയല്, കിച്ചടി, തോരൻ, അച്ചാർ മാറി മാറി ആയിരിക്കും ഞങ്ങൾ ഇവിടെ ഇടുന്നതാണ്. നാരങ്ങ ആയാലും മാങ്ങ ആയാലും ഇഞ്ചി ആയാലും നമ്മളിവിടെ ഇട്ടേ കൊടുക്കാറുള്ളൂ. എനിക്ക് ഇത് കൂടാതെ ഇവിടെ പച്ചക്കറി ബിസിനസ് ഉണ്ട്. കിറ്റായിട്ട് ഞാൻ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ. അത് കുറച്ചുകൂടി സ്ഥലം വന്നാലേ നമുക്കതിനെ കുറച്ചുകൂടി ഇതാക്കാൻ പറ്റുള്ളൂ. കിറ്റ് കൊണ്ടിടാനേ, പച്ചക്കറി ഇതാ കണ്ടില്ലേ, കൊണ്ടുവയ്ക്കാനുള്ള സൗകര്യ കുറവുണ്ടേ. പിന്നെ അച്ചാർ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വയ്ക്കുന്ന അച്ചാർ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കും. അത് ബോട്ടിലാക്കി അങ്ങനെയാ? ബോട്ടില് അല്ല, നമ്മൾ പാക്കിംഗ് കവറിലാണ് ഞാൻ ആക്കിയത്. ഓണത്തോടുകൂടി അത് ബോട്ടിലാക്കണം. ഞാൻ പറഞ്ഞു 2 മാസേ ആയുള്ളൂ. ചേച്ചി മുമ്പ് ഈ ഭക്ഷണം തയ്യാറായി കൊടുക്കുന്ന മേഖലയിൽ എങ്ങനെ? മേഖല എന്ന് പറയാൻ പാരമ്പര്യമുണ്ട്. ഹോട്ടലായിരുന്നു. സഹോദരന്മാരെല്ലാം ഹോട്ടൽ ഫീൽഡ് ആയിരുന്നു. ഇപ്പൊ അവരെല്ലാരും ഓരോ വേറെ ജോലികളാണ്. അച്ഛന്റെ ഹോട്ടൽ DPL ആയിരുന്നു. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? സിറ്റിക്കകത്ത്. അവിടെ എന്റെ വീട്, സ്വന്തം വീട്. കൂടെയുള്ള ഈ ചേച്ചിയാണോ എല്ലാത്തിനും ഓടി നടക്കുന്നത്? ഇത് എന്റെ കൂട്ടുകാരിയാണ്. ജോലിക്കാരെന്ന് പറഞ്ഞ ആരുമില്ല, അതെന്റെ ഒരു ചേച്ചിയാണ് അവിടെ നിൽക്കുന്നത്. ചേച്ചിയാണ് താരം. കൂടുതൽ കാര്യങ്ങളും പാചകം ചെയ്യണത് ചേച്ചിയാണ്. ഞാൻ ഏറ്റവും ഇളയ അനിയത്തിയാണ്. അപ്പം ചേച്ചി എല്ലാരും കൂടെ സഹായിക്കുക എന്നെ എന്ന് വെച്ചിട്ട് വെറുതെ അല്ല, അവരെ ശമ്പളം അവർക്ക് കൊടുക്കും. പിന്നെ ഇത് ഇവിടെ ഇവിടെ അടുത്തുള്ള ഒരു കൂട്ടുകാരിയാണ്. അപ്പൊ വേറെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഞാൻ ഇവിടെ എനിക്കിവിടെ അടുത്തൊരു വീട് സ്വന്തമായിട്ടുണ്ട്. ഇപ്പൊ ജോലി ചേട്ടന്റെയും മക്കളെയൊക്കെ ജോലിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങ് പോയത് സിറ്റിയിലോട്ട്. അവിടെ അങ്ങോട്ട് കുണ്ടാങ്കടവിലോട്ട് താമസം ആയത്. പിന്നെ ഇനി എന്തായാലും ഞാനും ചേട്ടനും ഇവിടെ ഉണ്ടാവും. ചേട്ടൻ 1 വർഷം കൂടെ കഴിയപ്പോൾ ചേട്ടൻ്റെ ജോലിയിൽ ചെറിയ വ്യത്യാസം വരും. അന്നേരം
പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണ്ടല്ലോ, ഇവിടെ തന്നെ ഇവിടെ സെറ്റിൽ ആവും. കട കുറച്ചുകൂടി വിപുലീകരിക്കും. രാത്രിത്തെ പരിപാടി തുടങ്ങും. രാത്രി തട്ട് ഇപ്പൊ ഇല്ല. ചേച്ചി ഊണിന്റെ കൂടെ ഒഴിച്ചുകറി എന്തൊക്കെ ഉണ്ട്? സാമ്പാർ, രസം, പുളിശ്ശേരി, മീൻ ഗ്രേവി ഒപ്പം ഉണ്ടാവും. 3 ഐറ്റം എപ്പോഴും ഉണ്ടാവും. മീൻ ഗ്രേവി ചിലപ്പോ മീൻ കഴിക്കാത്തവരാണെങ്കിൽ അത് ചോദിച്ചിട്ടേ വെക്കാറുള്ളൂ. പ്രധാനമായിട്ട് ഈ ഊണ് തന്നെയാണ് ഇവിടെ ഇപ്പം. പ്രധാനമായിട്ട് ഞാൻ ഊണ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് തുടങ്ങിയത്. 4 മണിയോടുകൂടി നമ്മൾ ഇവിടെ എല്ലാരും അങ്ങ് ഇറങ്ങും. ആരും ഇവിടെ ഉണ്ടാവൂല. ഞാൻ 3 മണിക്കേ പോകും ചില ദിവസം, ഇവര് 4 മണി വരെ. പിന്നെ റിട്ടയർമെന്റ് കാലമൊക്കെ വരപ്പോ നോക്കാം നമുക്ക്. പിന്നെ ഫുള്ളും ഇവിടെ തന്നെ അങ്ങ് നിൽക്കാനാണ് എന്റെ പ്ലാൻ. ചേച്ചി കടയുടെ കറക്റ്റ് ലൊക്കേഷനും കൂടി ഒന്ന് പറഞ്ഞുതരാം. മലയും കീഴുന്ന് ഊരുട്ടമ്പലം റോഡ്, അണപ്പാട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. അണപ്പാട് ജംഗ്ഷനിൽ തന്നെ ഊരുട്ടമ്പലം റോഡ്, അണപ്പാട് ജംഗ്ഷൻ. റോഡ് ചേർന്ന് തന്നെ, പക്ഷെ കുറച്ച് താഴ്ന്ന. അതെ, ബോർഡ് കാണാം. ബോർഡ് ഞാൻ ഫ്ലക്സ് ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാരും ഇവരെയൊക്കെ എടുത്തോട്ടെ, ഇവരൊക്കെ സ്ഥിരം പാർട്ടികളാണ്. എന്റെ കറിയുടെ കാര്യവും കുറ്റവും എല്ലാം ഇവര് തന്നെ തിരുത്തി പറയും. ഇവര് തന്നെ വിളമ്പി തിന്നോണ്ട് പോവുകയാണ് പതിവ്, ഇല്ലേ? ആ കൊച്ചു ഇന്നലെ വന്ന് എത്രയോ പേർക്ക് വിളമ്പി കൊടുത്തിട്ടാണ് ആഹാരം കഴിക്കാതിരുന്നത്. ഞങ്ങളെ ചില സമയത്ത് ഞങ്ങൾക്ക് ഇത്തിരി തിരക്ക്, സ്ഥലക്കുറവും കൂടെ ഉള്ളത് കൊണ്ടാണ്. അന്നേരം അവര് തന്നെ വിളമ്പി കഴിക്കും. ചേച്ചിയുടെ പേരെന്താണ് ചേച്ചി? എന്റെ പേര് മല്ലിക. കൂടെയുള്ള ഫ്രണ്ടോ? ശ്രീലത. പ്രഭ ചേച്ചി. സ്വന്തം ചേച്ചിയാ? സ്വന്തം ചേച്ചി. ചേച്ചി ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഒരു ഹോട്ടലില് 30 വർഷത്തോളം ജോലിക്ക് പോയ എക്സ്പീരിയൻസ് ഉണ്ട്. അച്ഛന്റെ കൂടെ ആയിരുന്നപ്പോഴേ ചേച്ചിയായിരുന്നു പാചകം. ഭർത്താവിന്റെ കൂടെ പോയിട്ടും അതിന് ഹോട്ടൽ ജീവിതം തന്നെ വേണ്ടി വന്ന് ഇപ്പതാ എന്റെ കൂടെ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ചേച്ചിയുടേത് വലിയ ശാലയാണ് വീട്, പക്ഷെ പോവാറില്ല ദിവസവും. ഇവിടെ തന്നെ, ഇവിടെ അല്ല, എന്റെ മൂത്ത ചേച്ചിയുടെ വീട്ടിലുണ്ടാവും. ഇന്നലെ ആയിരുന്നെങ്കിൽ ഇന്നലെ ഹസ്ബൻഡിനെ കൂടി നിങ്ങൾക്ക് എടുക്കായിരുന്നു. ഡ്യൂട്ടി അനുസരിച്ച് ഇവിടെ വരാറുണ്ട് സഹായിക്കാൻ. പാവത്തിനെ പോലെ ഇരിക്കണം നോക്കണ്ട, ഭയങ്കരനാണ്. ഇച്ചിരി ചോറ് വെന്തുപോയാ പറയും ശർക്കരയും കൂടെ വാങ്ങിച്ചോണ്ട് വരാൻ. പായസത്തിന് ഭാവിയിൽ ബിരിയാണി ഉണ്ടാവൂടാ? ഭാവിയിലല്ല, ഇപ്പോഴേ ഉണ്ട്. കാരണം ഓൾറെഡി ഇപ്പൊ നമ്മള് പാഴ്സൽ പിടിക്കുന്നതിന്റെ കൂടെ ബിരിയാണി പിടിക്കുന്നുണ്ട്. എന്നിട്ട് അത് ചെയ്ത് കൊടുക്കാനാണ് പ്ലാന്. 2 മാസമല്ലേ ആയോളൂ. ഇതിനപ്പം നമ്മൾ ഇതിനകത്ത് ഓണത്തോടു കൂടി, ഞാൻ പറഞ്ഞില്ലേ, ഷെഡ് വരണതോടുകൂടി എല്ലാ പരിപാടികളും. ഊണെന്ന് പറയണ ഈ 10-14 അംഗങ്ങളെ കൂടെ ജനിച്ച ഒരാളാണ് ഞാൻ. ഞങ്ങൾ 14ാമത്തെ ആളാണ് ഞാൻ. അപ്പം അത്രയും പേർക്കും വേവിച്ച് ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം വേവിക്കാൻ അറിയാം നന്നായി. വേണ്ട, ആവശ്യമില്ല. എനിക്ക് അച്ഛന്റെ കടയിലേ എന്തായിരുന്നു ജോലി എന്നറിയാമോ? വെള്ളം കോരലും മില്ലി പോക്കുമായിരുന്നു. ഇല്ല, അറിഞ്ഞൂടാ. അന്ന് കൊച്ചല്ലേ, അന്ന് എന്നെ കയറ്റിയില്ല. അടുക്കളയിൽ കഴിക്കാൻ മാത്രം കയറും. പാചകമൊക്കെ അറിയാം. അതൊന്നും ആരും വിറകൊട്ടി നിർത്തൂല.